അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് തരത്തിൽ കൂട്ടുകെട്ടുകയാണ്. ഒന്നിപ്പോൾ SDPIയുടെ പിന്തുണ ഈ രൂപത്തിൽ വന്നിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ മൈനോറിറ്റി ആ താല്പര്യത്തോടൊപ്പം നിൽക്കും, അവർ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അവരെ സംബന്ധിച്ച് മാത്രമല്ല നാടിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് തന്നെ ഉള്ളത് സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്റ്റും അതിൻ്റെ ചട്ടങ്ങളുമാണ്. ഉറങ്ങാൻ പോയ ഖാർഗെ ഇതുവരെ ഉണർന്നെണീറ്റ് വന്നിട്ടില്ല, ഇത് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അങ്ങനെ അഭിപ്രായം പറയാത്ത ഒരു വിഭാഗത്തിന് വോട്ട് ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു പാർട്ടി പറഞ്ഞാൽ ഏതെങ്കിലും കാരണത്താൽ ഇവ ന്യൂനപക്ഷങ്ങൾ ഇവരങ്ങ് സംരക്ഷിച്ച് കളയും എന്ന് കരുതി അതിനൊപ്പം നിന്നിരുന്ന ആളുകൾ ഉൾപ്പെടെ അതിന്റെ ഭാഗമായി പോകുമോ? ഇപ്പോൾ വേറൊരു മൈനോറിറ്റി നോക്കുക. ഇപ്പോൾ മണിപ്പൂർ നോക്കിയാൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, മണിപ്പൂർ ഈസ്റ്റർ ഞെട്ടിപ്പിക്കുന്നതാണ്, മറ്റു കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. മണിപ്പൂരിൽ BJP സർക്കാരെ കൊടുത്തതാരാ? 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മണിപ്പൂരിൽ കോൺഗ്രസിന് 28 സീറ്റ് ഉണ്ടായിരുന്നു. അവന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ റെക്കോർഡ് സീറ്റ് 42 സീറ്റ് നേടി. 30 സീറ്റാണ്, 31 വേണം ഭൂരിപക്ഷത്തിന്. 2017 അവർക്ക് 28, BJPക്ക് 21. ഹൈക്കമാൻഡിൽ നിന്ന് ഒരാൾ പോലും മണിപ്പൂരിലേക്ക് പോയില്ല. 2 സീറ്റിൽ പറഞ്ഞ തൃണമൂലിന് സീറ്റുണ്ട്, അതുപോലെ LJPക്ക് സീറ്റുണ്ട്, സ്വതന്ത്രനുണ്ട്. അവിടുത്തെ പ്രാദേശിക പാർട്ടികളുണ്ട്. ഈ പാർട്ടികൾ മുൻപ് കോൺഗ്രസിന്റെ ഒക്കെ ഭാഗമായിരുന്നവരാണ്. അവരൊന്നും സമീപിക്കാതെ കാഴ്ചക്കാരായിരുന്ന് 21 പേരുണ്ടായിരുന്ന BJPയെ സർക്കാർ രൂപീകരിക്കാൻ 28 പേരുണ്ടായിരുന്ന കോൺഗ്രസ് അവസരം ഒരുക്കി. എന്ന് മാത്രമല്ല ഒരു മുഖ്യമന്ത്രിയും കൊടുത്തു, ബീരൻ സിംഗ്, കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അപ്പം മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങളെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ BJPക്ക് അവസരം നൽകിയത് കോൺഗ്രസ്, ആ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും നൽകിയത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് വല്ലാതെ ചുരുങ്ങി. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും BJPയായി മാറാവുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിന് വോട്ട് ചെയ്യാൻ ഇപ്പൊ SDPI പോലുള്ളൊരു പാർട്ടിക്ക് അകത്ത് അതിനെ പിന്തുണച്ചിരുന്ന കുറെ ന്യൂനപക്ഷങ്ങൾ ഉണ്ടാവുമല്ലോ, അവർ പോലും ഇതിനോടൊപ്പം നിൽക്കില്ലല്ലോ. കാരണം ആസാം ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇപ്പൊ കോൺഗ്രസ് കൂടി ചേരുന്ന ഒരു ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് BJP വിരുദ്ധ ഗവൺമെന്റ് വന്നാലും ആ ഗവൺമെന്റിനുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും LDFന്റെ MP മാർ. ഇപ്പൊ ആസാം മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? അദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവാണ്, BJP നേതാവാണ്, ഇപ്പോൾ മുൻ കോൺഗ്രസ് നേതാവാണ്. അങ്ങനെ കുറെ ഉണ്ട്. അരുണാചൽ നിങ്ങൾ നോക്കിക്കോ, അരുണാചലിൽ നല്ല കംഫർട്ടബിൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി 41 MLA കൊണ്ട് നേരെ BJPയിലേക്ക് പോയില്ലേ? വേറൊരു പാർട്ടിയിൽ ആദ്യം വേറൊരു ബാങ്കിലേക്ക് പോയി, പിന്നെ BJPയിലേക്ക് പോയി. അങ്ങനെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്നയാൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും BJP മുഖ്യമന്ത്രിയായി. എന്ന് മാത്രമല്ല കോൺഗ്രസ് വിമുക്ത അരുണാചൽ പ്രദേശ് ഉണ്ടാക്കി. ആര്? കോൺഗ്രസ് തന്നെ. ഇതൊക്കെ കാണുകയല്ലേ ജനങ്ങൾ. അപ്പൊ ന്യൂനപക്ഷങ്ങൾ, അത് ഏത് ന്യൂനപക്ഷമാകട്ടെ, അവര് എങ്ങനെ ഇതിനകത്ത് വിശ്വസിക്കും? ഇതാണല്ലോ അവരുടെ സ്ഥിതി. അപ്പൊ ആസാം മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസിന്റെ MLA മാരും MP മാരും BJPക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, അവർ ഒന്നിച്ചെടുക്കില്ല. ഇപ്പൊ 2 പേരെ കുറവുണ്ട്, 3 പേരെ പിൻവലിക്കുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നിച്ച് വലിച്ചുകൊണ്ട് പോവില്ല, ആവശ്യത്തിന് വലിക്കുന്നുള്ളൂ. ഇതാണ് ആസാം മുഖ്യമന്ത്രി പറഞ്ഞത്. ഞങ്ങൾ പറയുന്നതോ BJP ഇവരെ സർക്കാർ ആര് രൂപീകരിക്കുമ്പോൾ സാഹചര്യം വന്നാലും അതിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP മാർ. 2004 61 ഇടത് MP മാർ കോൺഗ്രസിനെ തോൽപ്പിച്ചു വന്നവരാണ്. പക്ഷെ BJPയെ മാറ്റി നിർത്താൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെങ്കിൽ പോലും ഞങ്ങൾ 1/2 മിനിറ്റ് എടുത്തില്ല. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോ പല വാർത്തകളും വരുന്നുണ്ടല്ലോ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെ സഹായിച്ചു എന്ന് BJPയുടെ ഓഫീസ് സെക്രട്ടറിയുടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഇപ്പൊ അവർ പിൻവലിക്കാതിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു കേരളത്തിൽ നിന്നുള്ള UDF MP മാർ. കാരണം ആവശ്യം വന്നിട്ടില്ല. ആവശ്യം വന്നിരുന്നെങ്കിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റും അവരെടുത്തേനെ. അതാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോ കോൺഗ്രസ് ഒരു വശത്ത് SDPI ആയിട്ടും മറുവശത്ത് BJPയൊക്കെ ധാരണയുണ്ടാക്കുന്നു. ഏത് ധാരണ ഉണ്ടാക്കുമ്പോഴും കേരളത്തിലെ മതനിരപേക്ഷവാദികൾ, മതന്യൂനപക്ഷങ്ങൾ, ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ കോൺഗ്രസിനെ അതിന്റെ നിലപാടിനെ വിശ്വസിക്കും എന്ന് പൊതുവെ കരുതുമില്ല. അത് നന്നായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ത്രികോണ മത്സരമാണ്. പക്ഷേ BJP സ്ഥാനാർത്ഥി ഇത്രയേറെ വോട്ട് നേടിയത് ചരിത്രം തന്നെയാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് BJP സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി ചുമതലയുണ്ടായിരുന്ന ഈ കക്ഷി ജയരാജ് ഖൈമൺ ഇങ്ങനെ ഒരു സഹായം UDF സ്ഥാനാർത്ഥിക്ക് ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറയുന്നത്. അതിനെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ആറ്റിങ്ങലിലെ അമ്പർധാര ഇപ്പൊ പരസ്യധാരയായിട്ട് മാറിയല്ലോ.
ഇത് മറച്ചു വയ്ക്കാനാണ് എപ്പോഴും പ്രതിപക്ഷം ഇങ്ങനെ ഇടതുപക്ഷം അവരും തമ്മിൽ ഇത് മറച്ചു വയ്ക്കുന്നവർക്ക്. പട്ടാമ്പിയിൽ EMS മത്സരിക്കുമ്പോൾ അന്ന് ജനസംഘം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് കോൺഗ്രസിനെ പിന്തുണച്ചു. അന്ന് ജനസംഘം കോൺഗ്രസ് ധാരണയുണ്ടായി. പിന്നെ വടകര ബേപ്പൂർ കോലീബി മോഡൽ ഉണ്ടായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളിലും നിയമത്തെ എങ്ങനെയാണ് ഒരു നിയമം വഴി കേരള നിയമസഭയിലേക്ക് എങ്ങനെയാണ് BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത്? അപ്പൊ നിയമത്ത് വഴി കേരള നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് വോട്ട് നോക്കി അറിയാലോ. കോൺഗ്രസ് വോട്ട് BJPക്ക് മറിച്ചു ചെയ്തു. എന്നാൽ കഴിഞ്ഞ തവണ ശക്തമായി തന്നെ ഇടതുപക്ഷം പറഞ്ഞു ആ അക്കൗണ്ട് പൂട്ടിക്കും. ആ നിലപാട് സ്വീകരിച്ചു. ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ അനുഭവം പുറത്തു വന്നിരിക്കുന്നു. BJP കൂട്ടുകെട്ട് ഇപ്പോൾ പ്രതിപക്ഷ മേധാവും പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കേരളത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ നിർമ്മലാ സീതാരാമൻ പറയുന്ന അതേ കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ഞങ്ങൾ കേസ് കൊടുത്തു. ആ കേസ് ഭരണഘടനാ ബെഞ്ചിലേക്ക് പോയിരിക്കുന്നു. അതിൽ കോസ് ഉണ്ട് എന്ന് കണ്ടിരിക്കുന്നു. ഇപ്പോ തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു ഞങ്ങളും കോടതിയിലേക്ക് പോവുകയാണ്. കർണാടക പറഞ്ഞു ഞങ്ങൾക്ക് വരൾച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സാമ്പത്തിക സഹായം ലഭിക്കാത്തതിന് ഞങ്ങളും സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. അപ്പൊ കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാന ഗവൺമെന്റുകൾ കേരളത്തിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാത്രം BJP വാദങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ബന്ധമാണ് ആറ്റിങ്ങലിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഈ പുറത്തു വന്ന വാർത്തകൾ പ്രകടമാക്കുന്നത്. അത് BJP കോൺഗ്രസ് എപ്പോൾ വേണമെങ്കിലും ഇപ്പൊ അരുണാചൽ പ്രദേശിൽ മൊത്തം പോയല്ലോ, 42-ൽ 41 മുഖ്യമന്ത്രി ഉൾപ്പെടെ പോയിട്ടാണല്ലോ BJP ഗവൺമെന്റ് വന്നത്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ എത്തിക്കാനാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. ഒന്നിച്ച് എപ്പോൾ വേണമെങ്കിലും കേരളത്തിൽ BJP ആയി മാറാൻ പറ്റുന്ന രൂപത്തിലേക്ക് കോൺഗ്രസിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നവരാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം. അപ്പോൾ ഇതിൽ വലിയ അത്ഭുതം കാണേണ്ടതില്ല.